എല്ലാവരും ഇറങ്ങിക്കോ. ഇതെന്ത് കഷ്ടാണ്. ഈ കപ്പൽ ജെട്ടിയിൽ അടുക്കൂലേ? ആഴം കുറവായതുകൊണ്ട് ഷിപ്പ് അടുക്കൂല സാർ. പറഞ്ഞ കാശ് തന്നിട്ട് നടുക്കടലിൽ ഇറക്കി വിടുക. ചാടിക്കോ, ഞാൻ പിടിച്ചോളും. പിടിക്കും. ഇവിടെ ഇവിടെ എന്താ ആഴമുണ്ട്? 750 മീറ്റർ. എത്ര? അതായത് 3/4 കിലോമീറ്റർ. ഇറങ്ങി സാർ. പിടിച്ചോ. തള്ളരുത് സാർ, അങ്ങോട്ട് പോയിരിക്കും സാർ. അങ്ങോട്ട് പോയിരിക്കും സാർ. അങ്ങോട്ട് പോയിരിക്കും സാർ. ക്യാമ റോപ്പിളിച്ചോ, റോപ്പിളിച്ചോ ക്യാമ. വിട്ടോ വിട്ടോ, ആറ്റത്തിറങ്ങേ. ഡോക്ടർ അടുത്ത ആഴ്ച വരുന്നല്ലോ മുത്തുപോയ പറഞ്ഞത്. പറഞ്ഞത് ശരിയാ, പക്ഷെ കാര്യം തീർന്നു, ഉടനെ പോന്നു. ഒരു കല്യാണം. ആരുടെ കല്യാണം ഡോക്ടറെ? എന്റെ അപ്പന്റെ. ഏയ്, അതെ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ പെർമിറ്റ് ഉള്ളവർ മാത്രം ദ്വീപിലേക്ക് ഇറങ്ങിയാൽ മതി. അല്ലാത്തവരൊക്കെ ഷിപ്പിലേക്ക് തിരിച്ചു പോക്കോളണം. ബോട്ട് ലേശം കൂടി വൈറ്റ്. ഇങ്ങനെ വാ, ഇങ്ങനെ പെർമിറ്റ് പെർമിറ്റ്. മേലക്ക് പോ, മേലക്ക് പോ, മേലക്ക് പോ. അവിടെ കാണിക്കും, അവിടെ കാണിക്കും. അങ്ങനെ അങ്ങനെ പെർമിറ്റ് എടുക്കും. ഒരു മിനിറ്റ്. സോറി. താങ്ക് യു. എൻ്റെ പേഴ്സാ. നല്ല ചൂടല്ലേ? ജെമിനി ലാസ്റ്റ് ഡേയാ, കിട്ടി. നേവിക്കാരന്. അയ്യോ, അതിന്റെ പഴയ ID കാർഡാണ്. സാറിന്റെ ID കണ്ട് നീ മിണ്ടരുത്. സെർച്ച് ഈസ് ബാക്ക് കംപ്ലീറ്റ്. സെർച്ച്. ഇതെന്താ ഇന്ത്യയുടെ ഭാഗമല്ലേ? നേവിയെ പോലീസ് പിടിക്കും. ഇത് ഞാൻ പങ്കെടുത്ത കുറച്ച് റിയാലിറ്റി ഷോസിന്റെ എപ്പിസോഡ്സാ. റിയാലിറ്റി ഷോയാ? എന്റെ പ്രൈവസിയിൽ കൈയടത്തരുത്. ഇത് എവിടുത്തെ ന്യായമാണ്? സമീറ, കംപ്ലീറ്റ് ഗ്രാച്ച് നോക്ക് നോക്ക്. ചന്ദ്രു സാറല്ലേ? സ്പോർട്സിലൊക്കെ ഡെപ്യൂട്ടേഷൻ വന്ന ആളാണ്ടോ? പുതിയ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ. ഡൈവിംഗ് ഇൻസ്ട്രക്ടർ? അതെ. സോറി, ഇറ്റ്സ് ഓക്കെ. ഷിപ്പിലെ പെർമിറ്റ്. ഞാൻ സ്പോർട്സ് സെക്രട്ടറി ആറ്റക്കോയ. നമസ്കാരം. പെർമിറ്റ് ഇഷ്യൂ ചെയ്യാൻ ഷിപ്പിലെ വെൽഫെയർ ഓഫീസർക്ക് എന്താണ് അതോറിറ്റി? ഇയാളെ വേഗം പരിശോധിക്കും. പിടിക്കാവനെ. അവന് രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. രക്ഷപ്പെട്ടാ ദ്വീപിന് കുഴപ്പമാണ്. എങ്ങനെയാ പിടിക്കണം? സാറേ, താങ്ങല്ല. പിടി 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 സമീർ. യൂണിഫോം നനഞ്ഞാൽ ഏതെങ്കില്ല തുള്ളി ഫുടി. ഇത് ഭയങ്കര അടിയൊക്കെയുള്ള അതാവാണ്. ഏത് ഹിമാറ്? നമ്മ നേരത്തെ പിടിച്ച ആളത്.
യു ആർ റൈറ്റ്. എനിവേ താങ്ക് യു സർ. ഇതൊരു സെക്യൂരിറ്റി എക്സർസൈസ് ആയിരുന്നു. ഐ മീൻ മോക്ക് ഡ്രിൽ. ആക്ച്വലി താങ്കളുടെ നേവിയുടെ ID കാർഡ് ഉണ്ടല്ലോ, അത് കണ്ടതുകൊണ്ടാണ് സംശയിച്ചത്. അതിന്റെ പഴയ ID കാർഡാ. നേവി ഞാൻ ഡിസ്ചാർജ് വാങ്ങി പോന്നിട്ട് കൊല്ലം 11 കഴിഞ്ഞു. എനിവേ ഐ ആം ജമാൽ. ശാന്തനു. വെൽക്കം ടു കവരത്തി. താങ്ക് യു. ഓക്കെ. വാ സാർ. അല്ല എന്റെ ഷൂ ഞാൻ. താങ്ക് യു. കൊല്ലത്തിൽ 2 തവണ ഇതുള്ളതാ സെക്യൂരിറ്റി എക്സസൈസ്. പേര് ജെമിനി. 24 മണിക്കൂറാണ് പരിപാടി. നേവിക്കാർക്കും കോസ്റ്റ് ഗാർഡുകാർക്കുമാണ് ടെററിസ്റ്റുകളുടെ റോൾ. ഈ സമയത്തിനുള്ളിൽ നേരത്തെ തീരുമാനിച്ച 3-4 സ്ഥലങ്ങളിൽ അവർ ഡമ്മി ബോംബ് കൊണ്ടുപോയി വെക്കണം. അത് വെപ്പിക്കാതെ പോലീസുകാർ അവരെ കയറി പിടിക്കും. സാർ ഇപ്പൊ പിടിച്ചു കൊടുത്തത് ഒരു നേവിക്കാരനെ. നേരത്തെ എത്തിയോ? ഇല്ല, യാത്ര എങ്ങനെ ഓ, നന്നായിരുന്നു. താങ്ക് യു. സാറേ ഒന്ന് പിടിച്ചു. ഹലോ. ആ ഇൻസ്ട്രക്ടറെ, ഒരു ഭരതവാടിനുള്ള മരുന്നുണ്ടല്ലോ കയ്യില്. എന്തായിരുന്നു അഭിനയം? പേടിച്ച് വിറച്ച്. എന്ത് മരുന്ന് കയ്യിലുണ്ടെങ്കിലും കടലിനെ പേടിക്കണം. ഹേയ്, ഡോക്ടർക്ക് കടലിലൊന്നും പേടിയില്ല. ഒരു ചെറിയ ഫിഷിംഗ് ബോട്ടിൽ 90 ഡിഗ്രി ചാനൽ കടന്ന് സുഖാരി ദ്വീപിൽ പോയ ആളാ. ഇവിടെ ഇപ്പൊ മെഡിക്കൽ സൂപ്പറിന്റെ ചാർജ് ഡോക്ടർക്കാ, ഡോക്ടർ ഷെറിൻ. ഹായ്. കേറ് സാറേ. ഈ നിറഞ്ഞൊക്കെ ഒന്ന് മാറണല്ലോ പോയാ. നമ്മൾ കോട്ടേജിലേക്കല്ലേ പോണത്? ഈ കോട്ടേജ് ഇവിടെ അടുത്താ? ഇവിടെ എല്ലാ സ്ഥലവും അടുത്താ സാറേ. ബൈക്കിൽ കറങ്ങിയാൽ 1/2 മണിക്കൂർ. അത്രയേ ഉള്ളൂ കവരത്തി ദ്വീപിന്റെ വലിപ്പം. കവരത്തി കപ്പലിലേക്ക് കയറാനുള്ള എല്ലാ പാസഞ്ചറും ജെട്ടിയുടെ ഇല്ല തീനിയില്ല, ലേശം ബാക്കി. ഷാജാൻ സാറിന് പെർമിറ്റ് എന്നാ? അതെല്ലാം ഓക്കെ ആയിപ്പൻ. വാ സാറേ, ഈ പ്രമാണിമാരൊക്കെ ഒന്ന് പരിചയപ്പെട്ടേക്ക്. ഇതെല്ലാം പുഷ്പയുടെ മക്കളാ. പുഷ്പ. ഇവിടുത്തെ ഒരു ക്ലബാണ് പുഷ്പ. ഇത് ചന്ദ്രു സാറ്, പുതിയ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ. സാറിന്റെ ഷിപ്പിൽ നിന്ന് ചാടി നീന്തിയ. അതെനിക്കൊരു അബദ്ധം പറ്റിയതായി. നേവി സാർ വന്ന പാടുങ്ങളിൽ ജമുനക്ക് തലം വെച്ച് കൊടുത്ത് കടലിലേക്ക് ചാടി. ഒരു നേവിക്കാരനെയാട്ടോ പിടിച്ചു കൊടുത്തത്. ഇത് ഹുസൈൻ, സ്രാവ് നിന്റെ വാപ്പ. ഫിഷറീസ് ഓഫീസറാണ്. ഇത് മോഹസിൻ, പഞ്ചായത്ത് മെമ്പർ. മൊയ്തീൻ, സക്കറിയ, അക്ബർ, മീൻപിടുത്തവും രാഷ്ട്രീയം തന്നെ. ഹലോ പോയാ. ഓ രാജു സാറേ, നിങ്ങളുടെ കരയെന്നുള്ള ആളാ. സ്പോർട്സിൽ ഡെപ്യൂട്ടേഷൻ. സൗണ്ട് അങ്ങനെ കൊള്ളാമോ? മോശമില്ല. ഒരു 1000 രൂപയ്ക്ക് ബില്ല് എഴുതിക്കളാം. ഇവിടെ ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രോഗ്രാം ഡയറക്ടറാണ്. കോൺട്രാക്ട് ബേസിൽ അനൗൺസർ ആയിട്ട് ഞങ്ങളുടെയൊക്കെ പേരിൽ ബില്ല് എഴുതും. എന്നിട്ട് പുള്ളി തന്നെ ശബ്ദം മാറ്റി മറിച്ചും അനൗൺസ് ചെയ്ത് കാശ് അടിച്ചു മാറ്റും. അതേടാ, അടിച്ചു മാറ്റിയ കാശുകൊണ്ട് ഞാൻ 4 കപ്പൽ വാങ്ങിയിട്ടുണ്ട്. ഹായ്, രാജീവ്. ഹലോ, ശാന്തനു. എങ്ങനെ? ശാന്തനു, ചന്തു എന്ന് വിളിക്കും. ആഹാ, ശബ്ദം കൊള്ളാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പണി തരും. ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അപ്പൊ ആറ്റത്തെ പോയി സാറിനെ സെറ്റിലേക്ക് വെച്ചുമ്പോ. ഓ പോവാം. ശരി എന്നാ. ഇവിടെ എല്ലാരും ചേറ്റുവ ഷാജഹാന്റെ ഫാൻസ് ആണല്ലേ? യേശുദാസൊക്കെ ഔട്ടായില്ല സാറ്. ഇപ്പൊ ചേറ്റുവ ഷാജഹാനാണ് ലീഡിങ്. ആലിക്കുട്ടി, ഇന്നത്തെ പരിപാടിയില്ലേ? സരി, വെള്ളം വന്ന ബലവിടുവാ പോകണം. നാടും കൂടെ വേണ്ട. ഓക്കെ. ഇവിടുത്തെ ഭാഷ കൊള്ളാം. ഭാഷ മലയാളം തന്നെ. ദ്വീപുകാർ തമ്മി പറയുമ്പോ ഇതാണ് ഭാഷ. തമിഴ്, മലയാളം, കുറച്ച് അറബി, എല്ലാം കൂടി ഒരു മിക്സ്. ജസ്സറി ഇത് പറയും. ജസ്സറി. കരയിൽ ജീവിച്ചവർക്ക് ഇവിടെ തങ്ങാൻ വലിയ പാടാണ് സാറേ. ഒരു അത്യാവശ്യം വന്നാൽ കിണിഞ്ഞ് ഷിപ്പ് വരണതും പോണതെല്ലാം പഠിച്ചവന്റെ ഷെഡ്യൂൾ അനുസരിച്ച. അല്ല സാറെന്ത് ഇങ്ങോട്ട് തന്നെ പോരാൻ? അതും പടച്ചോന്റെ ഷെഡ്യൂളാണ് നിങ്ങൾ വെക്കാകോയാ. എന്തേ? ലക്ഷം ദ്വീപ് എന്നുള്ളത് പണ്ടാരെ തട്ടിവിട്ട ബടായാണ് സാർ. ആകെ 10-30 ദ്വീപാണ്ടുണ്ട്. അതിൽ 10 എണ്ണത്തിലെ ആൾ താമസമുള്ളൂ. ഒരു ദ്വീപിന് അടുത്തതിലേക്ക് കപ്പലിൽ പോകേണ്ട ദൂരം ഉണ്ടെന്ന് മാത്രം. ചേർമാൻ പെരുമാള് മതം മാറി. ചേർമാൻ പെരുമാള് കേട്ടിട്ടില്ലേ? ഇല്ല. അയ്യോ, ഒരു പഴയ രാജാവ് കേരളത്തിലെ. ആ പെരുമാള്. 1000 കൊല്ലം മുമ്പത്തെ കഥയാണ്. പെരുമാള് മതം മാറി മക്കയ്ക്ക് പോയപ്പോ ഇഷ്ടക്കൂടലുള്ള മലബാറിലെ ചില അസ്മാദികള് പുള്ളിക്കാരനെ പായ്ക്കപ്പലി അന്വേഷിച്ചു പോയി. തിരികെ കൊണ്ടുവരാൻ കടലിൽ കടന്ന് നട്ടം തിരിഞ്ഞ് അവർ ഇതിലേതോ ദ്വീപി വന്ന് കയറി. അങ്ങനെയാണ് ഇവിടെ ആൾ താമസം ഉണ്ടായെന്നാണ് ഒരു കഥ. അത് ശരി. പെരുമാള് മതം മാറിയതുകൊണ്ടോ എന്തോ ദ്വീപുകാരെല്ലാം ഇസ്ലാമികളാ. എന്തായി കുട്ടി കൊടുക്കുന്നത്? സിനിമയുടെ നോട്ടീസാ? സിനിമയാ? സിനിമ കാണണമെങ്കിൽ നമുക്കൊരു 300 കിലോമീറ്റർ പോകണം സാറ്, കൊച്ചി വരെ. ഇവിടെ സിനിമ കാണുന്നൊക്കെ TV-യിലാ.
ഇതാണ് സാറിന്റെ കോട്ടേജ്. എങ്ങനെയുണ്ട് സ്ഥലം? ഇതല്ലേ സ്ഥലം. സാറിന്റെ ഫാമിലി? ഞങ്ങൾ പിരിഞ്ഞു താമസിക്കുക കോയ. അയ്യോ, അതെന്ത് പറ്റി സാർ? ഒന്നും പറ്റിയതല്ല കോയ. കല്യാണം കഴിഞ്ഞാലല്ലേ ഒരുമിച്ച് താമസിക്കാൻ പറ്റൂ. അങ്ങനെ ആട്ടെ, ആളിപ്പോ എവിടെ ഉണ്ട്? നാട്ടില? ആ, ഏതോ ഒരു നാട്ടിൽ. ദുവ നോട്ടീസ് എല്ലാം കൊടുത്തു ഫേട്ടാ. എന്റെ അനുജത്തിയാന്ന് ദുവ. ചന്ദ്രു സാർ, പുതിയ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ. ആ, നീ പോകെ, ഞാൻ കൂടെ വേണ്ട. నాకు హవ్వపడ మూతపకు తూసి పేపర్ పోകണം. എനിക്ക് ഹവപ്പട മൂത്തപ്പക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോണം. 5 മിനിറ്റ് നിൽക്ക്, ഞാൻ സാറ് സെറ്റിൽ ആക്കിയിട്ട് വരാം. നേഴ്സാ? MBBS പഠിച്ചതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ നിർത്തി. അയ്യോ, അതെന്ത് പറ്റി? അത് പിന്നെ പോക്കൊരു ദീനം വന്നിട്ട് പഠിപ്പ് അങ്ങോട്ട് നിർത്തി. സാർ വാ. ഇതിന് വലിയ അടച്ചുറപ്പൊന്നും ഇല്ലല്ലോ കോയ. സാധനങ്ങളൊക്കെ വിശ്വസിച്ചതിനകത്ത് വെച്ചിട്ട് പോവാം. എന്റെ സാറ്, കരയിലുള്ള പലതും ഇവിടെ ഇല്ല. മോഷണം, നായ, മദ്യം, പാമ്പ്, ആത്മഹത്യ. കൊള്ളാലോ. സിനിമയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ, ബൈക്ക് ഇവിടെ വെക്കുന്നുണ്ട്, സ്പോർട്സ് കൗൺസിലിന്റെ. ആ, അല്ല, ഇതിനൊരു ഹെൽമെറ്റ് വേണ്ടേ? 5 അടി വീതിയുള്ള റോഡും 15 കിലോമീറ്റർ സ്പീഡും. ഇവിടെ ആരെങ്കിലും ഹെൽമെറ്റ് ഒന്നും ഇല്ല സാറേ. എന്നാ ഓക്കെ. ആ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയതാ. വെറുതെ. ഇവിടെ ഈ ജയിലെന്താ ഇങ്ങനെ? നാട്ടുകാരൊക്കെ കൂടി പൂട്ടിച്ചതാ. അയ്യോ, അത്രയ്ക്ക് പ്രശ്നക്കാരാ? ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലല്ലേ മാഷേ പിടിച്ചകത്തിടാൻ പറ്റൂ. നോ ക്രൈംസ് അറ്റ് ഓൾ. റൈറ്റ്. ഡോക്ടറെ, ഇവിടുത്തെ നേവൽ ബേസിലേക്കുള്ള വഴി എങ്ങനെയാ? വാട്ടീസപ്പിക്കാനുള്ള പോക്കാ അല്ലേ? മിലിറ്ററി ആകുമ്പോൾ നല്ല സാധനം വിശ്വസിച്ച് കഴിക്കാമല്ലോ. അത് ശരി. ഇക്കണക്കിന് മാഷ് ഇവിടെ ഉടനെ വിടും. അതെന്താ അങ്ങനെ? ലക്ഷദ്വീപ് മുഴുവനുമേ ഡ്രൈ ലാൻഡാ. ഒരു തുള്ളി പോലും കിട്ടത്തില്ല. ഷെടാ, ഇത് വലിയ കഷ്ടമാണല്ലോ. ഞാനിടയ്ക്ക് നാട്ടിൽ പോയിട്ട് വരുമ്പോഴേ 2-3 കുപ്പി കൊണ്ടുവരും. എന്റെ ബാഗ് അവർ തപ്പത്തില്ല. ഡോക്ടറെ സമ്മതിക്കണം. കിട്ടിയില്ലെങ്കിലേ ക്വാർട്ടേഴ്സിലേക്ക് വാ. ഇന്നത്തേക്കുള്ളത് ഞാൻ തരാം. പിന്നെ ശീലമാക്കണ്ട. ഓക്കെ, അപ്പൊ ഞാൻ വെള്ളവടി തുടങ്ങുന്ന ദിവസം ഡോക്ടറിന്റെ ക്വാർട്ടേഴ്സിലേക്ക് ഒരു വരവ് വരുന്നുണ്ട്. ഞാൻ ജന്മനാ ഫിറ്റാ ഡോക്ടറെ, അതുകൊണ്ട് ഇതുവരെ കുടിക്കണമെന്ന് തോന്നിയിട്ടില്ല. അല്ല ഡോക്ടറെ, നേവൽ ബേസിലേക്കുള്ള വഴി ചോദിച്ചങ്ങ് പോയാ